ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നതാണ്. കണ്ടൻറ് മോണിറ്റൈസേഷൻ എത്രയും പെട്ടെന്ന് നമുക്ക് എങ്ങനെ നേടിയെടുക്കാം എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ ടോപ്പിക്ക്. അപ്പോൾ ഒരുപാട് പേര് ഇതിൽ കഷ്ടപ്പെടുന്നുണ്ട് കണ്ടൻറ് മോണിറ്റൈസേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. ഒരുപാട് ഫോളോവേഴ്സ് ആയുള്ള ആൾക്ക് പോലും കിട്ടാതിരിക്കുന്ന ഒരു കാര്യമാണ് ഈ കണ്ടൻറ് മോണിറ്റൈസേഷൻ. എനിക്ക് കുറഞ്ഞ ഫോളോവേഴ്സിൻ്റെ ഇടയിലാണ് എനിക്ക് ഈ കണ്ടൻറ് മോണിറ്റൈസേഷൻ കിട്ടിയത്. അപ്പോൾ അത് എങ്ങനെയെന്നും നമുക്ക് പെട്ടെന്ന് നേടിയെടുക്കാൻ എന്തൊക്കെ ടിപ്സുകൾ ചെയ്യണമെന്നും ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തി സംസാരിക്കുന്നതാണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കണ്ടാൽ മാത്രമാണ് നിങ്ങൾക്കിത് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് കടന്നാലോ, അത് കേൾക്കാം. നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ. സിനിമ ക്ലിപ്പുകളോ മറ്റുള്ളവരുടെ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് നമ്മളതിൽ ഇടാതിരിക്കാൻ ശ്രമിക്കുക. നമ്മുടെ സ്വന്തം മൊബൈലിൽ നിന്ന് എടുത്ത ദൃശ്യങ്ങളായിരിക്കണം. നമ്മുടെ വോയിസും കൊടുത്തിട്ട് ചെയ്ത വീഡിയോകൾക്കാണ് കൂടുതൽ പ്രാധാന്യം ഫേസ്ബുക്ക് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. കൂടാതെ തന്നെ 60,000 മിനിറ്റ് നമുക്കിതിൽ ആവശ്യമാണ്. അപ്പോൾ ആ 60,000 മിനിറ്റ് തയ്ക്കണമെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് 3 മിനിറ്റിൽ കൂടുതൽ ദൈർഘ്യമുള്ള വീഡിയോകൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുക. അത് നമ്മൾ സ്ഥിരമായിട്ട് ഇടാനും ശ്രമിക്കുക. നമുക്ക് ഈ കണ്ടൻറ് മോണിറ്റൈസേഷൻ എത്രയും പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ 60,000 മിനിറ്റ് നമ്മൾ തയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോകൾ ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്നാൽ മതി. അത് 60,000 മിനിറ്റ് ഓട്ടോമാറ്റിക് അത് തയ്ഞ്ഞോളും. നമ്മൾ 60,000 മിനിറ്റ് നോക്കിയിരിക്കേണ്ട കാര്യമില്ല, അത് ഓട്ടോമാറ്റിക് തയ്ഞ്ഞോളും. നമ്മൾ വീഡിയോകൾ ഡെയിലി അപ്ലോഡ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ കർത്തവ്യമാണ്. അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദിവസം ഒരു 2 റീലെങ്കിലും നമ്മൾ ഇടാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ആ റീൽ ഇടുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് പെട്ടെന്ന് എത്താനും കൂടാണ്ട് നല്ല രീതിയിലുള്ള ഫോളോവേഴ്സിന് നമുക്ക് ലഭിക്കാനും ഒരു 5,000 ഫോളോവേഴ്സിന് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ റീൽസ് ചെയ്യുമ്പോഴാണ് അത് പെട്ടെന്ന് നമുക്ക് കിട്ടുക. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക. കൂടാതെ തന്നെ നമ്മളിടുന്ന വീഡിയോയ്ക്ക് കൃത്യമായ #, ടൈറ്റിൽ, ക്യാപ്ഷൻ ഇത് നമ്മൾ കൃത്യമായിട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ വീഡിയോകളിൽ തിരിച്ചറിഞ്ഞ് നല്ല രീതിയിൽ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കും. പോളിസി ലംഘനങ്ങൾ ഒഴിവാക്കുക, അശ്ലീലം, അക്രമം, വ്യാജ വാർത്ത എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ പൂർണ്ണമായിട്ടും നമ്മുടെ ഉണ്ടെങ്കിൽ വീഡിയോകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. കൂടാണ്ട് ആഴ്ചയിൽ 3-4 വീഡിയോകൾ കൃത്യമായിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുക. നമ്മുടെ പേജിൻ്റെ ഗ്രോത്ത് അത് വർദ്ധിക്കാനായിട്ട് ഇടവരും. പിന്നെ നമ്മുടെ പ്രേക്ഷകരുമായിട്ട് കൂടുതലായിട്ട് ഇടപെടുവാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അതുകൂടാതെ തന്നെ നമുക്ക് വരുന്ന വീഡിയോയുടെ കമൻറ്റുകൾക്ക് കൃത്യമായിട്ട് നമ്മൾ മറുപടി കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതിൻ്റെ ടൈം നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുക. അപ്പോൾ അതുകൂടാതെ തന്നെ നമ്മുടെ വീഡിയോകൾ കൂടുതൽ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അവരെ പ്രേരിപ്പിക്കുന്നത് നല്ലതാണ്. നമ്മുടെ എൻഗേജ്മെൻറ്റ് കൂടും. ഇത് കൂടാതെ തന്നെ നമ്മുടെ പ്രൊഫഷണൽ ഡാഷ്ബോർഡിൽ പോയിട്ട് ഇടയ്ക്ക് വയലേഷൻ ഉണ്ടോയെന്ന് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫേസ്ബുക്കിൽ നിന്നൊരു സുസ്ഥിരമായ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.